വയനാട് ദുരന്തമേൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് കേരളം ഇതുവരെ മോചിതമായിട്ടില്ല. സംഹാരതാണ്ഡവമാടിയ പ്രകൃതി ഒരു പ്രദേശത്തെയാകെ അപ്രത്യക്ഷമാക്കി. ദുരന്തം അതിജീവിച്ചവരുടെ ഭീതി വിട്ടൊഴിഞ്ഞിട്ടില്ല. പലരും ഉറ്റവർ നഷ്ടപ്പെട്ട ഇടത്തേക്ക് മടങ്ങിപ്പോകാനും ആഗ്രഹിക്കുന്നില്ല. വിപുലമായ പുനരധിവാസ പദ്ധതിയാണ് സർക്കാർ ഇവിടെ ലക്ഷ്യമിടുന്നത്. അതിനായി വിശദമായ പഠനവും നടത്തുന്നുണ്ട്. വാസയോഗ്യമായ ഭൂമി കണ്ടെത്തുകയാണ് പഠനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. അതിനിടയിൽ സുപ്രധാനമായൊരു പഠനഫലം പുറത്തു വന്നു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രത്തിലെ അവശിഷ്ടങ്ങൾ മറ്റൊരു ദുരന്തമായി മാറിയേക്കാമെന്നാണ് പഠനം. ഐസർ മൊഹാലിയിലെ ഗവേഷകരാണ് പഠനം നടത്തിയത്. തുലാമഴ അതിശക്തമായി പെയ്താൽ ഇളകി നിൽക്കുന്ന പാറകളും മണ്ണും കുത്തിയൊലിച്ചെത്തിയേക്കാമെന്നാണ് മുന്നറിയിപ്പ്. പുഞ്ചിരിമട്ടത്തിനോട് ചേർന്നുണ്ടായ പാറയിടുക്കിൽ തങ്ങി ഡാമിംഗ് ഇഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഐസർ മൊഹാലിയുടെ പഠനത്തിലുള്ളത്. മഴ കനത്താൽ മറ്റൊരു ഉരുൾപൊട്ടൽ ഉണ്ടായേക്കാമെന്നും പഠന റിപ്പോർട്ടിൽ പറയുന്നു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൻ്റെ പ്രഹരശേഷി കൂട്ടിയത് ഡാമിംഗ് ഇഫക്റ്റ് അഥവാ അണക്കെട്ട് പ്രതിഭാസമാണ്. ദുരന്തഭൂമി സന്ദർശിച്ച് പഠിച്ച വിദഗ്ധരുടെ എല്ലാം വിലയിരുത്തലാണിത്. ഒലിച്ചിറങ്ങുന്ന കല്ലും മണ്ണും മരവും പാറയും വഴിയിൽ അടിഞ്ഞുകൂടി വീണ്ടും പൊട്ടിയൊലിക്കുന്നതിനെയാണ് ഡാമിംഗ് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. പെരുമഴ പെയ്താൽ ഇതെല്ലാം പ്രതീക്ഷിക്കാമെന്നാണ് ഐസർ മൊഹാലിയിലെ ഗവേഷകരുടെ മുന്നറിയിപ്പ്. തുലാമഴ പെയ്യാൻ തയ്യാറെടുക്കുമ്പോൾ ഈ പഠനഫലം ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ഉരുൾപൊട്ടലിൻ്റെ പ്രഭവസ്ഥാനത്ത് വലിയ പാറകൾ ഇളകി നിൽപ്പുണ്ട്. മണ്ണുറച്ചിട്ടുമില്ല. വെള്ളരിമലയിൽ അതിശക്തമായ മഴ പെയ്താൽ ഇതെല്ലാം താഴേക്ക് വീണ്ടും കുത്തിയൊലിക്കാം. മാത്രമല്ല, പുഞ്ചിരിമട്ടത്തിന് തൊട്ടു മുകളിലായി ഇക്കഴിഞ്ഞ ഉരുൾപൊട്ടലിൽ തെളിഞ്ഞു വന്നൊരു വീതി കുറഞ്ഞ പാറയിടുക്കുണ്ട്. കുത്തിയൊലിച്ചെത്തിയ ഉരുൾ ഇവിടെ വന്നടിയാം. ഒലിച്ചിറങ്ങി ശക്തി കുറഞ്ഞ് അവസാനിക്കേണ്ടതിന് പകരമാണ് ഇത്തരം ഇടുക്കിൽ ഉരുളടിയുന്നത്. നിമിഷനേരം കൊണ്ട് മർദ്ദം താങ്ങാതെ ഇവിടെ അണക്കെട്ട് പൊട്ടും പോലെ സംഭവിക്കാം. ഇത് മുന്നിൽ കണ്ട് മതിയായ മുൻകരുതൽ എടുക്കണമെന്നാണ് ഐസർ മൊഹാലിയിലെ ഗവേഷകരുടെ മുന്നറിയിപ്പ്. കഴിഞ്ഞ ശനിയാഴ്ച ഉരുൾപൊട്ടലുണ്ടായ അതേ സ്ഥലത്ത് കനത്ത മഴയിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഐസർ മൊഹാലിയുടെ പഠനത്തിൻ്റെ പ്രാധാന്യവും വർദ്ധിക്കുന്നുണ്ട്. 2020 ഉരുൾപൊട്ടലിൻ്റെ അവശിഷ്ടങ്ങൾ ഇതേ നദീതടത്തിലുണ്ടായിരുന്നു. ഇതും ജൂലൈ 30 ഉരുൾപൊട്ടലിൻ്റെ ശക്തി കൂട്ടാൻ വഴിവെച്ചിട്ടുണ്ടാകാമെന്നാണ് ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള സംഘം വിലയിരുത്തിയിരുന്നത്. പെട്ടിമുടി ദുരന്തത്തിൻ്റെ 35 ഇരട്ടി ആഘാതം കൂടുതലാണ് ഇക്കഴിഞ്ഞ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ. പെട്ടിമുടി ദുരന്തത്തിൻ്റെ 45 ഇരട്ടി ആഘാതമാണ് ഉണ്ടാക്കിയതെന്നാണ് പഠനത്തിലുള്ളത്. നിലവിൽ പുഞ്ചിരിമട്ടത്തും മുണ്ടക്കൈയിലും ചൂരൽമലയിലും സുരക്ഷിത താമസ സ്ഥലങ്ങൾ ഉണ്ടോ എന്നടക്കം പരിശോധിക്കുകയാണ്. അതിനിടയിലാണ് ഐസറിൻ്റെ പഠന റിപ്പോർട്ട് പുറത്തു വരുന്നത്.